കെയർ ചെയ്താൽ നിങ്ങളുടെ യൂഫോർബിയ ചെടിയും വർഷം മുഴുവനും പൂക്കൾ തരും. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂഫോർബിയ ചെടിയുടെ പ്ലാന്റ് കെയറിനെ പറ്റി പറയാനാണ്. വീഡിയോ മുഴുവനായി അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. യൂഫോർബിയ വെറൈറ്റികളിൽ നമ്മളിലുള്ളത് യൂഫോർബിയ മിലിയാണ്. അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് യൂഫോർബിയ മിലി. ഏറ്റവും ചൂട് കൂടിയ സമയത്ത് നട്ടാൽ പെട്ടെന്ന് പിടിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത്. മഴ സമയത്ത് നട്ടാൽ ഇത് പിടിച്ച് കിട്ടില്ല. ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ചെടികളിൽ 6 മാസത്തോളം ഇതിന്റെ പൂക്കൾ നിൽക്കാറുണ്ട്. ഈ ചെടിക്ക് വെയിൽ ആവശ്യമാണ്. ഏകദേശം 8 മണിക്കൂർ വെയിൽ വേണം. ഇത് ഒരു ഡ്രൗട്ട് ടോളറന്റ് പ്ലാന്റ് ആണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത്. മഴ സമയത്ത് നട്ടാൽ ഈ ചെടി പൊടിച്ചു കിട്ടൂല. വെയിൽ സമയത്ത് നട്ടാൽ നല്ലതുപോലെ വളർന്നു കിട്ടും. ഈ ചെടികളിൽ 6 മാസത്തോളം ഇതിന്റെ പൂക്കൾ നിൽക്കാറുണ്ട്. ഈ ചെടിക്ക് വെയിൽ ആവശ്യമാണ്. ഏകദേശം 8 മണിക്കൂർ വെയിൽ വേണം. ഇത് ഒരു ഡ്രൗട്ട് ടോളറന്റ് പ്ലാന്റ് ആണ്. മണ്ണ് മുഴുവൻ ഉണങ്ങിയാൽ മാത്രം വെള്ളം നൽകാവൂ. ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് ചെറുതും നിറഞ്ഞതുമായ പൂക്കൾ, കഠിനമായ തണ്ടുകളും മുള്ളുകളും, വർഷം മുഴുവൻ പൂക്കാൻ കഴിവുണ്ട്. ഡ്രൈ ആയ ബ്രാഞ്ച് ഷാർപ്പ് കത്തി കൊണ്ട് പ്രൂൺ ചെയ്യാം. ഡ്രൈ ആയ ബ്രാഞ്ച് റിമൂവ് ചെയ്താൽ ഗ്രോത്ത് ഉണ്ടാകും. ഈ ചെടിയിൽ നിന്ന് വരുന്ന വൈറ്റ് ലാറ്റക്സ് ത്വക്കിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പ്രൂൺ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക. കട്ടിംഗ് വഴി എളുപ്പത്തിൽ ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാം. ബ്രാഞ്ച് മുറിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മണ്ണിൽ നട്ടാൽ പുതിയ ചെടി വളരും. ബ്രാഞ്ച് ഇടുമ്പം ഇതിനകത്ത് നിന്ന് ഒരു ലാറ്റക്സ് വരും. അതങ്ങ് പോയി ഫുൾ റിമൂവ് ആകുമ്പോഴാണ് നമുക്ക് ചെടി നട്ടു കൊടുക്കാൻ പറ്റുന്നത്. ചാണകപ്പൊടി ചേർന്ന മണ്ണാണ് നടാൻ ഉപയോഗിക്കുന്നത്. മണ്ണാണ് ചെടി നടാൻ ഏറ്റവും നല്ലത്. സാൻഡും കമ്പോസ്റ്റും മിക്സ് ചെയ്ത് ചെറിയ പ്ലാസ്റ്റിക് കവറിലോ പേപ്പർ ഗ്ലാസ്സിലോ നടാം. വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റിവെച്ചാൽ മതി. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് നിർബന്ധമാണ്. വെള്ളം കെട്ടി നിൽക്കരുത്. മാസത്തിലൊരിക്കൽ ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ നൽകാം. ബഗ് പോലത്തെ ചെറിയ കീടങ്ങൾ വരാം. നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. വളരെ കുറച്ച് കെയർ കൊണ്ട് മനോഹരമായി പൂക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ് തരണം. ഗാർഡനിങ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.